ഹലോ, വെൽക്കം ടു ആര്യക്കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പൊട്ടറ്റോ സ്മൈലിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ പൊട്ടറ്റോ പുഴുങ്ങി എടുത്തതുണ്ട്. അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ വീണ്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മളൊരു 1/2 കപ്പ് കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റോ ഒരു മാവ് പോലെ കുഴഞ്ഞു കിട്ടണം. അപ്പോൾ വീണ്ടും ഞാൻ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചപ്പാത്തി മാവ് പോലെയൊക്കെ അത്രയും വരില്ല, പരത്താൻ പറ്റണം ആ ഒരു രീതിക്ക് നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺഫ്ലവർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 പകുതി മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മളിനി അടുത്ത് ചേർക്കാനുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഒരു പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഞാൻ ഒരു കൈപ്പിടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വലിയ സ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് നമ്മൾ ഇതൊരു മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്കിതൊരു പലകയിലോ ഗ്രാനൈറ്റിലോ നമ്മുടെ കിച്ചൺ ടോപ്പിൽ തന്നെ ഇട്ട് പരത്തി എടുക്കണം. പരത്തുക എന്ന് പറയുമ്പം ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. കുറച്ച് കട്ടിയിൽ തന്നെ നമ്മൾ റൊട്ടിയൊക്കെ ചുട്ടെടുക്കത്തില്ലേ, അതേപോലെ കുറച്ച് അരി റൊട്ടിയൊക്കെ എടുക്കത്തില്ല, അതേപോലെ കട്ടിയിൽ നമ്മളിങ്ങനെ പരത്തിയിട്ട് ഒരു കുപ്പിയുടെ അടപ്പ്, ഒരു വട്ടം കിട്ടണം നമുക്ക്. അതിന് പറ്റുന്ന രീതിയിൽ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചോ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ വട്ടവും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് കണ്ണും പിന്നെ വാ നമുക്കൊരു സ്പൂൺ വെച്ച് അടയാളം കൊടുക്കാം. പിന്നെ ഞാനിവിടെ കണ്ണിന് ഒരു സ്ട്രോ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാ സ്മൈലിയും നേക്കുട്ടിയാണ് കേട്ടോ ചെയ്തത്. നേക്കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പണി. അപ്പം നമുക്കിനി ഇത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഒത്തിരി തീ ആയി പോവുകയും ചെയ്യരുത്, എന്നാൽ ലോ ആവാനും പാടില്ല. ഓക്കെ, അപ്പോൾ സ്മൈലി എല്ലാം നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുമ്പോൾ നമുക്ക് സ്മൈലി വറുത്ത് കോരാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും നമ്മുടെ സ്മൈലി വറുത്ത് കോരാം. അപ്പോൾ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ വറുത്ത് കോരിയപ്പോൾ പല മുഖഭാവങ്ങളിലുള്ള പൊട്ടറ്റോ സ്മൈലിയാണ് നമുക്ക് കിട്ടിയത്. സ്മൈലി എന്ന് പറയാൻ പറ്റില്ല, പല മുഖഭാവത്തിൽ പൊട്ടറ്റോ ഇമോജീസുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.